ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഫൈനലി ഗൈസ് എന്തായാലും റീസെൻ്റ്ലി എന്തായാലും പുതിയ വണ്ടികളൊക്കെ എടുത്ത് ഗൈസ്. ഓക്കെ, നമ്മളെ ഫ്രാങ്ക്ലിനുകളൊക്കെ എന്തായാലും റീസെൻ്റ്ലി പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ കയ്യിലാണെങ്കിൽ നേരത്തെ ഉള്ളതെന്ന് വെച്ചാൽ ഗൈസ് എന്തായാലും ഒരു BMW M3കളൊക്കെയാണ്. ഓക്കെ, ആ ഒരു BMW M3കളൊക്കെ ഫ്രാങ്ക്ലിനുകളൊക്കെ കൊടുത്തിട്ട് പുതിയതായിട്ട് എടുത്തൊരു വണ്ടികളൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, ഇത് നമ്മുടെ ലംബോർഗിനിയുടെ സിയാനുകളൊക്കെയാണ്. എൻ്റെ മോനെ നൈസ് വണ്ടിയാണ്, അടിപൊളിയുള്ള ഒരു കിടുക്കാച്ച് വണ്ടിയാണ്. അത്യാവശ്യം നല്ല സ്പീഡുകളൊക്കെ എന്തായാലും ഈ ഒരു വണ്ടിക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല കൺട്രോൾ എന്തായാലും ഈ ഒരു വണ്ടിക്കുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ നേരെ എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് എന്തായാലും പോവുകയാണ്. ഓക്കെ, നമ്മുടെ ഷിൻജാനും അതേപോലെ തന്നെ ടൈഗറിനും അവർക്ക് ആർക്കും എന്തായാലും ഈ ഒരു കാര്യം അറിഞ്ഞൂടാ കേട്ടോ, നമ്മൾ പുതിയ വണ്ടികളൊക്കെ എടുത്ത കാര്യം. ഓക്കെ, അവരിപ്പോഴും വിചാരിച്ചിരിക്കണ കേസ് ആ ഒരു പഴയ വണ്ടികളൊക്കെ തന്നെ ആയിരുന്നതാണ്. ഓക്കെ, നമ്മളെന്തായാലും ആ ഒരു വണ്ടി വിറ്റിട്ട് പുതിയ വണ്ടിയൊക്കെ എടുത്ത് കേസ്. ഓക്കെ, ഇതൊക്കെ പിന്നെ അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് നമ്മളങ്ങനെ ഫൈനലി അങ്ങനെ എത്തിയിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടികളൊക്കെ നമുക്ക് എന്തായാലും നേരെ എന്തായാലും ഇവിടെ എന്തായാലും വെക്കാം കേസ്. ഓക്കെ, നമ്മുടെ വീടിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ വീടിപ്പോൾ മൊത്തത്തിൽ കാലിയാണ്. ഓക്കെ, ആകെ ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നു BMW M3. ഒക്കെ നമ്മുടെ കയ്യിലാണെങ്കിൽ പിന്നെ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. ഓക്കെ, ആ വണ്ടി പക്ഷെ കൊടുത്ത സമയത്ത് നമുക്ക് കുറച്ച് ക്യാഷേ കിട്ടിയുള്ളൂ കേസ്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം കേസ്. ഓക്കെ, നമ്മുടെ ഷിൻജാനും അതേപോലെ തന്നെ നമ്മുടെ ടൈഗറുകളൊക്കെ വെളിയിൽ എന്തോ കറങ്ങാനായിട്ട് എന്തോ പോയേക്കാണ് സൈക്കിളിലൊക്കെ. എന്തായാലും അവർ വരുമ്പോൾ എന്തായാലും നോക്കുന്നാലും ഈ വണ്ടി വാങ്ങിച്ച കാര്യം എന്തായാലും പറയാം. ഓക്കെ, ഒരു കാര്യം ചെയ്തു, നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ ഇപ്പോൾ ഭയങ്കര ക്ഷീണങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും പോയിട്ട് കുറച്ചു നേരം പോയിട്ടൊന്ന് കിടന്ന് ഉറങ്ങാം കേസ്. ഓക്കെ, ഭയങ്കര ക്ഷീണങ്ങളൊക്കെയാണ്. ഓക്കെ, ഫ്രാങ്ക്ലിനുകളൊക്കെ എന്തായാലും നടന്ന് നേരെ എന്തായാലും അടിയിലോട്ട് എന്തായാലും പോവേണം വീടിൻ്റെ. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണിച്ചാൽ നമുക്ക് എന്തായാലും വീടിൻ്റെ അടിയിൽ പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം കേസ്. ഓക്കെ, എന്തോ ഭയങ്കര ക്ഷീണം പോലെ. ഓക്കെ, നമുക്കിപ്പോൾ താഴെപ്പോയി എന്തായാലും കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം. ഓക്കെ, പ്രത്യേകിച്ച് ആ പണിയൊന്നുമില്ല. ഷിൻജാനും ടൈഗറും വരുമ്പോൾ നമുക്ക് എന്തായാലും ഇത് കാണിച്ചു കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് ഞാനാണ് ഗൈസ് ഷിൻജാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് ഞാനും അതേപോലെ തന്നെ നമ്മുടെ ടൈഗറും കൂടെ എന്നാലും രാവിലെ ഗൈസ് ചുമ്മാ എന്തായാലും ഒന്ന് കറങ്ങാൻ പോയി ഇറങ്ങിയതാണ് ഗൈസ്. ഓക്കെ, ഞാനും പിന്നെ അതേപോലെ ടൈഗറുകളൊക്കെ സൈക്കിളാണ് പോയത്. ഓക്കെ, പക്ഷെ പകുതി കഴിച്ച് ഗൈസ് നമ്മുടെ സൈക്കിളിലുകളൊക്കെ എന്തോ ഒരു പ്രശ്നങ്ങളൊക്കെ പറ്റി ഗൈസ്. ഓക്കെ, നമ്മുടെ സൈക്കിളിൻ്റെ ആ ഒരു ചെയിൻ എന്തോ കറക്റ്റായിട്ട് ഓടല്ല ഗൈസ്. ഓക്കെ, ചെയിൻ ഇങ്ങനെ ഓർഡർ ആ ഒരു സിസ്റ്റത്തിന് എന്തോ ഒരു പ്രശ്നങ്ങളൊക്കെ പറ്റി ഗൈസ്. ഓക്കെ, ആ ഒരു ബെൽറ്റ് ഇല്ല ഗൈസ്, ആ ഒരു ബെൽറ്റിന് എന്തോ ചെറിയ ഒടിവോ വളവോ എന്തോ വന്നു ഗൈസ്. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ സൈക്കിളുകളൊക്കെ നേരെ എന്നാലും ചവിട്ടാൻ പറ്റിയില്ല. ഓക്കെ, ഞാനാണെങ്കിൽ പിന്നെ ആ സൈക്കിള് ഉന്തി കൊണ്ടുവരാൻ മടിച്ച് കേസ്. ആ ഒരു സൈക്കിളുകളൊക്കെ കേസ് നമ്മുടെ സിറ്റിയുടെ സെൻട്രലായിട്ടുള്ള നമ്മുടെ ആ ഒരു ടൗണുകളൊക്കെ ഉണ്ട്. ഓക്കെ, ആ ടൗണിൻ്റെ അടുത്തായിട്ട് ഞാൻ ഒരു പാർക്കുണ്ട്, ഒരു പാർക്കിൻ്റെ സൈഡിൽ എന്തായാലും ഞാൻ എന്തായാലും കൊണ്ടുവച്ച് കേസ്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്തായാലും നമ്മുടെ ടൈഗറിനെ എന്തായാലും അവിടെ എന്തായാലും ഏൽപ്പിച്ചിട്ട് ഞാൻ എന്തായാലും നൈസായിട്ട് എന്തായാലും നടന്നു വന്നു കേട്ടോ. നമ്മുടെ ഫ്രാങ്ക്ലിൻ ചേട്ടനോട് ആ കാര്യം കണ്ട് പറയാമെന്ന് വെച്ചാൽ. ഓക്കെ, ഞാൻ എന്തിനാണ് ടൈഗറിനെ അവിടെ നിർത്തിയിട്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഏവനെങ്കിലും സൈക്കിൾ അടിച്ചു പറ്റിക്കൊണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്കെന്തായാലും ഫ്രാങ്ക്ലിൻ അണ്ണനോട് എന്തായാലും കാര്യങ്ങളൊക്കെ പറയാം. അല്ല, ഒരു മിനിറ്റ് ഗൈസ്, ഇതാര വണ്ടി ആവോട്ടോ, എനിക്കറിയാൻ പാടില്ല ഗൈസ്. ഇവിടെ ഒരു അടിപൊളി ഒരു വണ്ടി കിടക്കുകയാണ്. എൻ്റെ മോനെ, ഫ്രാങ്ക്ലിൻ ചേട്ടൻ പുതിയ വണ്ടിയൊക്കെ എടുത്തെന്നാണ് കേട്ടാ. എൻ്റെ മോനെ, നല്ല രസമുണ്ട് കേട്ടോ ഈ വണ്ടികളൊക്കെ കാണാനായിട്ട്. എൻ്റെ മോനെ, ഇത് നമ്മുടെ ലംബോർഗിനിയുടെ സിയാനാണ് കേട്ടാ. എൻ്റെ നല്ലൊരു ബ്ലൂ കളറാണ്. ഓക്കെ, മിക്കവാറും ഫ്രാങ്ക്ലിൻ ചേട്ടൻ പുതിയതായിട്ട് എടുത്തായിരിക്കും. ഓക്കെ, നമുക്ക് വിചാരിച്ചു നമുക്ക് എന്തായാലും ഏറ്റവും താഴോട്ട് എന്നാലും പോവാം. എൻ്റെ അമ്മ, എനിക്കാണെങ്കിൽ ആ വണ്ടി ഓടിക്കണമെന്നൊരാഗ്രഹമുണ്ട് കേസ്. ഓക്കെ, അല്ല, ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ കയ്യിലാണെങ്കിൽ ഒരു BMW M3 ഉണ്ടായിരുന്നു. ഓ, എനിക്ക് തോന്നുന്നു ആ ഒരു M3 വിറ്റിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു ലംബോർഗിനിയുടെ സിയാൻ എടുത്താ. അങ്ങനെ വഴിയുള്ളൂ. അത് കുഴപ്പമില്ല. ഒരു M3 ഓൾറെഡി നല്ല രീതിക്ക് പഴയതായി, നമ്മൾ മുമ്പ് എപ്പോഴോ വാങ്ങിച്ചൊരു വണ്ടിയാണ്. എന്തായാലും നമുക്കെന്തായാലും താഴെയൊക്കെ നോക്കാം കേസ്. ഓക്കെ, ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഇവിടെ നിന്ന് കാണില്ല. ഓക്കെ ഗൈസ്, എനിക്കാണെങ്കിലല്ല ചെറിയൊരു ഐഡിയകളൊക്കെ ഉണ്ട് കേട്ടാ. നമുക്കാണെങ്കിലല്ല ഫ്രാങ്ക്ലിൻ ചേട്ടൻ കാണാതെ ആ ഒരു വണ്ടിയുടെ കീ ഇല്ല, നമുക്ക് നൈസായിട്ട് എവിടെ നിന്നെങ്കിലും എടുക്കാം കേസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്തായാലും ആ ഒരു വണ്ടി അങ്ങനെ നൈസായിട്ട് എന്തായാലും കേസ് നമുക്ക് എന്തായാലും ജസ്റ്റ് എന്തായാലും ഓടിക്കാനായിട്ട് പോവാം. എൻ്റെ മോനെ കേസ്, ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇവിടെ TV ഒക്കെ ഉണ്ട്, TV സ്റ്റാൻഡിൽ കീ വല്ലതും ഉണ്ട്. ഓക്കെ, ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അവിടെ ആയിട്ട് ചെറിയൊരു കബോർഡ് പോലെ എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, ചെറുതായിട്ടൊക്കെ ഇതിൻ്റെ റോയിങ്ങളൊക്കെ തുറന്ന് നോക്കാം. യെസ് ഗൈസ്, നമുക്ക് ഇവിടെ നിന്നൊരു കീ കിട്ടി. ഓക്കെ ഗൈസ്, ഇതാണ് കേസ് ആ ഒരു ലംബോർഗിനി സിയാൻ്റെ കീകളൊക്കെ. നമുക്കെന്തായാലും ഇനി നേരെ എന്തായാലും കേസ് നമുക്കെന്തായാലും ആ ഒരു വണ്ടി എടുത്തുകൊണ്ട് നമുക്കെന്തായാലും സ്ഥലം വിടാൻ കേസ്. ഓക്കെ, നമുക്കെന്തായാലും ആ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഫ്രാങ്ക്ലിൻ ചേട്ടൻ പുതിയതായിട്ട് എടുത്ത വണ്ടിയാണ്. ഓക്കെ, ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഏത് വണ്ടി എടുത്താലും അത് എൻ്റെയും കൂടെ
വണ്ടികളൊക്കെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ എന്തായാലും കേസ് ആ ഒരു വണ്ടി എന്നാലും ജസ്റ്റ് എന്നാലും ഒന്ന് ഓടിച്ചെന്നാലും നോക്കാം കേസ്. നമുക്ക് ആ വണ്ടിയുടെ കീ ഞങ്ങളെ കിട്ടി. ഫ്രാങ്ക്ലി ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വണ്ടി തരത്തില്ല. ഓക്കെ, കീ എവിടെയെങ്കിലും ഒളിപ്പിച്ചൊക്കെയാണ് കേസ്. ഓക്കെ, നമുക്കപ്പോൾ നൈസായിട്ട് ഈ ഒരു വണ്ടിയിൽ നൈസായിട്ട് നല്ല കയറാൻ കേസ്. എന്നിട്ട് നമുക്ക് ഈ വണ്ടികളൊക്കെ നൈസായിട്ട് അങ്ങ് ഓടിക്കാം കേസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ സിയാനിൽ നിങ്ങളൊക്കെ നൈസായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു വണ്ടിയുടെ കീ നിങ്ങളൊക്കെ ഇട്ടെന്നാലും വണ്ടികളൊക്കെ നല്ല നൈസായിട്ട് നല്ല സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ ഒരു നൈസ് വണ്ടിയാണ്. എൻ്റെ ഓമ്പോ നല്ല ആക്സിലറേഷനുകളൊക്കെ ഉള്ളൊരു വണ്ടികളൊക്കെയാണ്. എൻ്റെ ഓമ്പോ നമ്മളുണ്ട് ബാക്ക് എടുത്താലും അത്യാവശ്യം നല്ല ആക്സിലറേഷനുകളൊക്കെ എന്നാലും ഈ ഒരു വണ്ടിയുണ്ട്. എൻ്റെ മോനെ ഗൈസ് സീനെന്ന് വെച്ചാൽ സീന് മാരക വണ്ടികളൊക്കെയാണ്. എൻ്റെ മോനെ ഫ്രാങ്ക്ലി ചേട്ടൻ്റെ ഈ സിയ നൈസാണ് കേട്ടോ. എന്തായാലും നമുക്കെന്നാലും ഈ വണ്ടി എന്തായാലും ഓടിച്ചു നോക്കാം. ഫ്രാങ്ക്ലി ചേട്ടൻ അറിയാതാണ് ഞാൻ എന്തായാലും ഈ ഒരു വണ്ടി എടുക്കുന്നത്. എൻ്റെ മോനെ കേസ് നൈസ് എന്ന് വെച്ചാൽ നൈസ് വണ്ടിയാണ്. വണ്ടിയുടെ ആ ഒരു ടയറൊക്കെ ഉണ്ട് കറക്കണ സമയം നല്ല രീതിക്ക് എന്നാലും പുകയൊക്കെ വരുന്നുണ്ട്. എൻ്റെ മോനെ സീന് വണ്ടികളൊക്കെയാണ്. ഓക്കെ, ഫ്രാങ്ക്ലി ചേട്ടൻ്റെ വണ്ടിയാണ്. എന്തായാലും പുള്ളി എന്തായാലും ഇതൊന്നും അറിഞ്ഞിട്ടൊന്നും തന്നെ ഇല്ല. എനിക്കാണെങ്കിൽ വലിയ കാര്യമായിട്ട് വണ്ടി ഓടിക്കാനൊന്നും തന്നെ അറിയത്തൊന്നും തന്നെ ഇല്ല കേട്ടാ. നമുക്ക് തന്നെ ഈ ഒരു വണ്ടി കൊണ്ട് ജസ്റ്റ് എന്തായാലും പോവാം കേസ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം കേസ്. നമുക്കെന്തായാലും ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കെന്തായാലും ജസ്റ്റ് എന്തായാലും ഒന്ന് ഓടിച്ചിട്ട് നമുക്കെന്തായാലും നേരെ എന്തായാലും കേസ് നമ്മുടെ ആ ഒരു ടൗൺ ഏരിയയിലോട്ട് പോകാം. എന്നിട്ട് നമുക്കെന്തായാലും നമ്മുടെ സൈക്കിൾ എന്തായാലും കേസ് നമുക്കെന്തായാലും ഈ ഒരു കാറിലെല്ലാം കയറ്റിക്കൊണ്ട് ഏതെങ്കിലും ഒരു റിപ്പയറിങ് സെൻറ്ററിലും എല്ലാം കൊണ്ടു കൊടുക്കാം കേസ്. ഓക്കെ, ഞാനിപ്പോൾ ഈ വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചുകൂടെ. എൻ്റെ ഈ വണ്ടി നൈസാണ് കേട്ടോ. നല്ല കൺട്രോൾ ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് നല്ല ഉണ്ട് കേട്ടോ. പിന്നെ ഇത് പിന്നെ ലംബോർഗിനിയുടെ വണ്ടി ആയതുകൊണ്ട് നല്ല സ്പീഡ് നല്ല കൺട്രോളാണ്. ഓക്കെ, ആ ഫ്രണ്ടിൽ കാണാൻ ടൗണിലാണുള്ളത്. ഞാനിപ്പോൾ ഡയറക്റ്റ് ടൗണിൽ കയറില്ല. ഞാൻ ജസ്റ്റ് എന്തായാലും ഈ വണ്ടി ഒന്ന് ഓടിച്ചൊന്ന് നോക്കട്ടെ കേസ്. എൻ്റെ മോനെ നൈസായിട്ടുണ്ട് കേട്ടോ ഈ ഒരു വണ്ടികളൊക്കെ ഓടിക്കാനായിട്ട്. എൻ്റെ മോനെ നൈസാണ് കേട്ടോ. എനിക്ക് വേണ്ടി നല്ല രീതിക്ക് ഇഷ്ടമായി. ഓക്കെ ഗൈസ്, എന്നാലും ഇവിടെ ഇപ്പോൾ എന്തായാലും ഗൈസ് ഞാനാണെങ്കിൽ ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ ഈ ഒരു പുതിയൊരു ലംബോർഗിനി സിയാനെ കൊണ്ട് ഗൈസ് ഒരു റൗണ്ടൊക്കെ പോയിട്ട് എന്തായാലും തിരിച്ചെന്തായാലും പോവുകയാണ് ഗൈസ്. എൻ്റെ മോനെ ഗൈസ് ഈ വണ്ടി നൈസ് വണ്ടികളൊക്കെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ എന്തായാലും ഈ ഒരു വണ്ടി കൊണ്ട് എന്തായാലും നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകാം. അയ്യോ ഗൈസ് വണ്ടിയുടെ കൺട്രോൾ എത്തി. എൻ്റെ മോനെ ഇതെന്താണ്? എൻ്റെ മോനെ നമ്മുടെ വണ്ടിയുടെ കൺട്രോൾ എത്തി. വണ്ടി നേരെ കൊണ്ട് പോലീസിന്റെ വണ്ടി കൊണ്ടിടിച്ച്. എൻ്റെ മോനെ. ഓക്കെ ഗൈസ്, ഇവിടെ എപ്പോഴല്ലേ ഗൈസ് യാതൊരുത്തും എന്തായാലും കൺട്രോൾ കിട്ടാതെ എൻ്റെ ഈ ഒരു പോലീസ് കാറെ കൊണ്ട് നൈസായിട്ട് ഇടിച്ചിട്ടുണ്ട്. ഇത് ഏവനാണ് ഗൈസ്? ഇതൊരു ചെക്കനല്ലേ? എടാ ചെക്ക, നീ ആറാ? നീ എന്തിനാ എൻ്റെ വണ്ടി മനഃപൂർവ്വം കൊണ്ടിച്ച? അയ്യോ എൻ്റെ സാറേ, എൻ്റെ പേര് ഷിൻജാൻ എന്നാണ്. അയ്യോ സാറേ, ഞാൻ മനഃപൂർവ്വം അടിച്ചല്ല. ഇതെൻ്റെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ കാറാണ്. ഫ്രാങ്ക്ലിൻ ചേട്ടൻ എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ചേട്ടനാണ്. ഞാൻ ചേട്ടൻ കാണാതെ വണ്ടി ഒന്ന് ചുമ്മാ ഒന്ന് ഓടിക്കാൻ എടുത്തോണ്ട് വന്നതാണ് സാറേ. അപ്പോൾ ഞാൻ വണ്ടിയുടെ ടോപ്പ് സ്പീഡൊന്ന് ചുമ്മാ ചെക്ക് ചെയ്തിട്ടൊന്ന് തിരിച്ചു വന്നപ്പോൾ വണ്ടിയുടെ കൺട്രോൾ തെറ്റി നേരെ സാറിൻ്റെ വണ്ടി ഒന്ന് തിരിച്ചു. എന്നോട് ക്ഷമിക്കണം സാറേ, സോറി സാറേ, എൻ്റെ വണ്ടി ഒന്ന് തിരിച്ചറിയാം സാറേ, സോറി സാറേ. നീ അവിടെ മര്യാദക്കിരുന്നോ? എൻ്റെ വണ്ടി കൊണ്ട് ഇടിച്ചതിന് പോരാ മര്യാദക്ക് നീ ഇവിടെ കിടന്നോ? നിന്നെ ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടെൻ്റെ കാര്യം. അത് മാത്രമല്ല, നിൻ്റെ ഫ്രാങ്ക്ലിൻ ചേട്ടനെ അറസ്റ്റ് ചെയ്തിട്ടെൻ്റെ കാര്യം. കാരണം അവനാണ് നിനക്ക് വണ്ടി കൊടുത്തത്. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഒന്നും ചെയ്തില്ല, ഞാനാണ് വണ്ടി എടുത്തിട്ട് വന്നത്. അയ്യോ എൻ്റെ വണ്ടി എൻ്റെ ഫ്രാങ്ക്ലിൻ ചേട്ടനെ ഒന്നും ചെയ്യല്ലേ പ്ലീസ് സാറേ, ഞങ്ങളാണെങ്കിൽ വണ്ടി ശരിയാക്കി തരാം. എനിക്കതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഇത് നിയമത്തിനെതിരെയാണ്. ഇത്രയും സ്പീഡിലൊന്നും ഇവിടെ ഓടിച്ചുവിടാം. മര്യാദയ്ക്കൊന്നും നീ ഇപ്പോൾ ഒന്ന് എൻ്റെ വണ്ടി കയറും. ഓഫ്, എൻ്റെ വണ്ടി ഇവിടെ പുകഞ്ഞ് തവിടുകൂടിയേ. നിൻ്റെ വണ്ടിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ലേ? എൻ്റെ വണ്ടിയുടെ കാര്യമോ? മര്യാദയ്ക്കൊന്ന് വണ്ടി കയറാ. അയ്യോ സാറേ അങ്ങനെയൊന്നും പറയല്ലോ ഡോ. എന്ത് സാറേ? ഡോ, നീ ഒരു കാര്യം ചെയ്യും. നീ നേരെ ആ ലംബോർഗിനിയുടെ സിയാനും കൂടെ ഒന്ന് എൻ്റെ ബാക്കിലെടുത്തുണ്ടോ. നമുക്കിപ്പോൾ നേരെ തന്നെ ഇവൻ്റെ ഫ്രാങ്ക്ലിൻ അണ്ണൻ്റെ ആരും വീട്ടിൽ പോകാം. അല്ലാതെ ശരിയാവത്തില്ല. എൻ്റെ വണ്ടിയുടെ കാര്യം തീരുമാനം. സാറേ, ഞാൻ ഇപ്പോൾ തന്നെ ആ വണ്ടി എടുത്തിട്ട് വരാം. എടാ ചെക്ക, മര്യാദയ്ക്കൊന്ന് വണ്ടി കയറ്. അയ്യോ സാറേ, ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ ഒന്നും ചെയ്തില്ല, എന്നാ മര്യാദയ്ക്കൊന്ന് വണ്ടി കയറുക, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ വിധം മാറും. ഈ വണ്ടിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനം കേട്ടാ. ഒരു കാര്യം ചെയ്യാം. എടാ ചെക്ക, നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം. നീ ഇപ്പോൾ വന്ന് നിൻ്റെ ആ ഒരു കാറിൽ തന്നെ ഒന്ന് മര്യാദയ്ക്കൊന്ന് കയറ്. കാരണം എൻ്റെ കാറ് ഓടാൻ പറ്റണില്ല. മൊത്തത്തിൽ ഇടിച്ച് ജാമായി ഫുള്ളായിട്ട് ആ വണ്ടി കംപ്ലൈൻ്റ് ആയേക്കാണ്. നീയല്ലേ കൊണ്ടിടിച്ച. നീ വണ്ടി ശരിയാക്കി തരുകയും ചെയ്യും, പിന്നെ നിന്നെ ഞാൻ ജയിലിൽ കൊണ്ടിടുകയും ചെയ്യും. നോയിക്കോ, ഇത് MBDയുടെ വാക്കാണ്. അയ്യോ സാറേ, അങ്ങനെയൊന്നും ചെയ്യല്ലേ. ആരേ കടങ്ങിയിടാ. അല്ല പിന്നെ എടാ ചെറുക്കാ, നിൻ്റെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ വീട് ഈ ഭാഗത്ത് തന്നെയല്ലോ. സാറേ, ഇവിടെ തന്നെയാണ്. ഫ്രാങ്ക്ലിൻ ചേട്ടനെ എന്നെ ഒന്നും ചെയ്യല്ലേ. ഞങ്ങളുടെ വണ്ടി ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞേ. സാറിൻ്റെ വണ്ടിയാണെങ്കിൽ ഞാനും എൻ്റെ
ഫ്രാങ്ക്ലിൻ ചേട്ടൻ എല്ലാവരും കൂടെ ശരിയാക്കി തരാം, പ്ലീസ് സാറേ, ഞങ്ങളെ ജയിലിലോട്ടൊന്ന് കൊണ്ടുപോലെ. അടഞ്ഞു മര്യാദക്കിരി, എൻ്റെ വണ്ടി ഒന്ന് ഇടിച്ചതും പോരാ, ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിച്ച വണ്ടിയാണ്, അല്ലാതെ എനിക്ക് ഗവൺമെൻറ് തന്ന വണ്ടിയൊന്നുമല്ല പോലീസിൻ്റെ വണ്ടി. എനിക്ക് പ്രൈവറ്റായിട്ട് സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എടുത്തൊരു വണ്ടിയാണ് ഫോർഡിൻ്റെ. അതാണ് നീ ഇപ്പോൾ കൊണ്ട് ഇടിച്ച് നശിപ്പിച്ചത്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷൻ മുഴുവനായിട്ട് എന്തായാലും വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. നിൻ്റെ ഫ്രാങ്ക്ലിൻ ചേട്ടനെ നിന്നെ പിടിച്ചിടുന്ന കാര്യം. എടാ പോയിച്ച് നിൻ്റെ ഫ്രാങ്ക്ലിൻ ചേട്ടനെ വിളിച്ചിടാം, അവനിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇപ്പം ബാക്കിയുള്ള പോലീസുകാരെല്ലാവരും വരും, നോക്കിക്കോ. ഇന്ന് നിൻ്റെ കാര്യത്തിലൊരു തീരുമാനം അവിടെ ചേർക്കാം. അയ്യോ സാറേ അങ്ങനെയൊന്നും പറയല, ഒന്നും കേൾക്കണ്ട, മര്യാദയ്ക്ക് പോയി നിൻ്റെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ വിളിക്കണമെങ്കിൽ പോയി വിളിച്ചിട്ടാ, അല്ല ഞാൻ അടിച്ചെണീപ്പിച്ചോളാം. അയ്യോ അങ്ങനെ ചെയ്യില്ലേ, ഞാൻ പോയി ഫ്രാങ്ക്ലിൻ ചേട്ടനെ വിളിച്ചിട്ടാ. അയ്യോ ഗൈസ് ഇവിടെ ഇപ്പം ആകെ സീനായേക്കാണ് ഗൈസ്, എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയേക്കാണ് ഗൈസൊക്കെ. മിക്കവാറും ഫ്രാങ്ക്ലിൻ്റെ കയ്യിലുള്ള അടി കിട്ടിയതിന് ഞാൻ ചാവാൻ ചാൻസ് ഉണ്ട് ഗൈസൊക്കെ. ഇവിടെ ഇപ്പം മുഴുവനായിട്ട് നല്ല പോലീസുകാര്യങ്ങളൊക്കെ വന്നേക്കാണ്. എൻ്റെ ദൈവമേ, ഇത്രയും പോലീസ് എന്തിനാന്ന് ഗൈസ്? ഒരു പോലീസിൻ്റെ കാർ ഇടിച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും വണ്ടികൾ വന്നു. എൻ്റെ പോലീസിൻ്റെ സ്പെഷ്യൽ ഫോർച്യൂണർ ലെജൻഡർ വരെ വന്നു ഗൈസ്. നമ്മുടെ കാറാണ് ഇവിടെ കിടപ്പുണ്ട്. മിക്കവാറും എനിക്ക് ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ വായിലിങ്ങനെ ചീത്തളി കേൾക്കാൻ ചാൻസ് ഉണ്ട് ഗൈസൊക്കെ. എൻ്റെ മോനെ എന്തിപ്പോൾ ഉണ്ടാവണേന്ന് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. നമുക്ക് എന്നാലും ഏറ്റവും താഴെ എന്നാലും പോവാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ, എടാ ഷിൻജാനെ നീ വന്നാടാ. എടാ ഷിൻജാനെ, നീ വെളിയിൽ കിടക്കണ ആ കാർ നീ കണ്ടായിരുന്ന? അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമായി. അയ്യോ ഷിൻജാനെ, നീ എന്താ കരയണാ? എന്താടാ ടൈഗർ അവിടെ പോയി? ടൈഗറിന് എന്തെങ്കിലും പറ്റിയോ? അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ടൈഗറിനൊന്നും പറ്റിയല്ല, പറ്റേണ്ട മൊത്തം എനിക്കാണ് പറ്റിയ. ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ പുതിയ വണ്ടിയില്ല, ലംബോർഗിനിയുടെ സിയാൻ, ആ വണ്ടി വെളിയിൽ കിടന്ന് കണ്ടോണ്ട് എനിക്ക് ആ വണ്ടി ഓടിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായി. അതുകൊണ്ട് ഞാൻ ആരും കാണാതെ ചേട്ടൻ്റെ മുറി കയറി വണ്ടിയുടെ കീ എടുത്തോണ്ട് ഞാൻ വണ്ടി ഓടിക്കാനായിട്ടത് വെളിയിൽ ഇറങ്ങി. അല്ല നിൻ്റെ ആരുടെ ചോദിച്ചിട്ടാ വണ്ടി എടുക്കാൻ പറയാൻ? പുതിയ വണ്ടിയാണ്, എൻ്റെ കൂടെ ചോദിച്ചിട്ടെങ്കിൽ നിനക്ക് എടുത്തുകൂടായിരുന്നു. ഇത് ചോദിക്കാതെ എന്തിനാണ് എടുത്താ? അല്ല വണ്ടിക്കൊന്നും പറ്റിയില്ലല്ലോ, അത് മതി. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, അത് പറയുമ്പോൾ എന്നെ തല്ലിക്കൊല്ലല്ലേ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞാൻ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്തപ്പോൾ കൺട്രോൾ തെറ്റി ഒരു പോലീസുകാരെ, അതായത് ഒരു MVDയുടെ വണ്ടി കൊണ്ട് ഒറ്റയിടി. എടാ ഷിൻജാനെ, നിന്റെ കാര്യം പുതിയ വണ്ടിയാണ്, നീ അതിൻ്റെ പരിപ്പളയാണ്. അല്ല പോലീസുകാരല്ല നിന്നെ പറഞ്ഞ? അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, അതെന്നല്ലോടാ ഞാൻ പറഞ്ഞ ഇത്ര നേരമായിട്ട്. നിന്റെ തലയിലൊന്നും കയറിയില്ലേ? ഫ്രാങ്ക്ലിൻ ചേട്ടാ, പോലീസുകാർ നമ്മളെ രണ്ടുപേരെ ജയിലിൽ കൊണ്ടുപോകുന്നു. അതിന് ഞാൻ ഇത് നീയല്ലടാ വണ്ടി എടുത്തിട്ട് പോയി, ഞാനൊന്നും ചെയ്തില്ലല്ലോ. മര്യാദയ്ക്ക് എൻ്റെ വണ്ടി ശരിയാക്കിത്താ. അത് മാത്രമല്ല, നീ മര്യാദയ്ക്ക് ജയിലിൽ പോയാൽ മതി, ഞാൻ പറയാനൊന്നുമില്ല. ഞാനെന്നാലല്ലോ നിനക്ക് വണ്ടി തന്നാ, നീ എന്നോട് ചോദിക്കാതെ എടുത്തിട്ട് പോയല്ലോ. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, അങ്ങനെയൊന്നും പറയല്ലോ. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇപ്പോൾ വന്നേ പറ്റുമോ? അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനം. ശരി, ഞാനൊന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വാങ്ങിട്ട്. പക്ഷെ എൻ്റെ പൊന്ന് ഗൈസ്, ഈ ഷിൻജാൻ എന്ത് പണിയാണ് കാണിച്ചത്? ഈ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയത്. പക്ഷേ ഗൈസ്, വണ്ടി എടുത്തുകൊണ്ടല്ലേ പ്രശ്നം, വണ്ടി കൊണ്ട് ഇടിച്ച് അതിൻ്റെ പരിപ്പിളക്കി. പോരാത്തതിനെ കൊണ്ട് ഇടിച്ചത് ഒരു MVDയുടെ വണ്ടി കൊണ്ട്. എടാ ഷിൻജാനെ, നീ കൂടെ വാടാ, നീ എന്തിനാ വിളിച്ചിരിക്കണം? വാടാ ഇങ്ങോട്ട്, നീയല്ലേ കൊണ്ടിടിച്ചാ? എടാ ഫ്രാങ്ക്ലിനെ, നീ വന്നല്ലേ? നീ നിൻ്റെ അനിയന് നീ വണ്ടിയെ കൊടുത്ത് വിട്ടല്ലേ, എന്നിട്ട് നീ ഞങ്ങളുടെ വണ്ടി കൊണ്ടിടിച്ചല്ലേ? അയ്യോ സാറേ, അങ്ങനെയൊന്നും പറയല്ല സാറേ, ഞാൻ ഒന്നും ഇവനെ കൊടുത്തിട്ടില്ല. ഇവൻ എൻ്റെ പുതിയ വണ്ടി എടുത്തിട്ട് കൊണ്ടിടിച്ചയാണ്. എൻ്റെ മോനെ, ഷിൻജാൻ കൊണ്ടിടിച്ച് നമ്മുടെ ലംബോർഗിനി സിയാൻ്റെ കാര്യത്തിലൊരു തീരുമാനമായേക്കണം. എൻ്റെ മോനെ, ഗ്ലാസും പൊട്ടി, സൈഡിലത്തെ ഒരു ഡോറും കൂടി ഇളകിപ്പോയിട്ടുണ്ട്. ഒരു ഡോറേ ഇപ്പോൾ ഉള്ള വണ്ടിയുടെ, അതുപോലെ ഗ്ലാസ്സൊക്കെ പൊട്ടി ഫുള്ളായിട്ട് വണ്ടി പോയേക്കണം. പുകയൊക്കെ വരാണ് വണ്ടിയിൽ നിന്നൊക്കെ. അയ്യോ സാറേ, എന്നോട് ക്ഷമിക്കണം സാറേ. അയ്യോ ഞാൻ ഇവന് വണ്ടിയൊന്നും കൊടുത്തില്ല സാറേ. ഇവൻ വന്ന് ഈ വണ്ടി എടുത്തുകൊണ്ട് നേരെ അങ്ങ് പോലീസ് സാറിൻ്റെ കാറെ കൊണ്ട് ഇടിച്ചാണ് സാറേ. എന്നൊന്നും ചെയ്യല്ലേ, വേണമെങ്കിൽ അവനെ കൊണ്ടുപോയിക്കോ. താനൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. മര്യാദയ്ക്കൊന്ന് വണ്ടി കയറാം, അല്ലെങ്കിൽ തന്നെ ഈ സ്പോട്ടേജിനെ കൊന്നിടും. കാരണം കൊണ്ടിടിച്ച വണ്ടി എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം വണ്ടിയാണ്, ഗവൺമെൻറ് പോലീസുകാർക്ക് തന്ന വണ്ടിയൊന്നുമല്ല. ഞാൻ സ്വന്തമായിട്ട് എനിക്കൊരു വണ്ടി എടുക്കണമെന്ന് തോന്നി, അങ്ങനെ എടുത്തൊരു SUV ആണ്. അതിനെ ഞാൻ വേറെ ലെവലാക്കി ഇറക്കിയ വണ്ടിയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പോലീസ് ജോലിയേക്കാളും ഇഷ്ടമെന്ന് വെച്ചാൽ എൻ്റെ വണ്ടിയിലൂടെയായിരുന്നു. അത്ര അടിപൊളിയാക്കി ഇറക്കിയ എൻ്റെ ഒരു പോലീസ് വണ്ടിയിലാണ് ഇവൻ കൊണ്ട് ഇടിച്ച് കയറ്റി നശിപ്പിച്ചത്. അതുകൊണ്ട് എനിക്കത് അറിയേണ്ട ആവശ്യമില്ല. മര്യാദയ്ക്ക് നീ ഇപ്പോൾ സ്റ്റേഷനിലാണ്, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഇവിടെ വെച്ച് തന്നെ കൊല്ലും. അയ്യോ ഫ്രാങ്ക്ലിനെ, അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമ്മുടെ കാര്യത്തിലൊരു തീരുമാനേ. നീ ഒന്നും മിണ്ടിപ്പോയില്ല, നീ ഒറ്റൊരുത്ത കാരണമാണ് എനിക്ക് കിട്ടി പണി കിട്ടിയത്. നീ കാരണമാണ് വണ്ടിയും പോയി പോലീസുകാർ കൊണ്ടുപോകേണ്ടി വന്നത്. നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചോണ്ടിരിക്കും. മര്യാദയ്ക്കൊന്ന് വണ്ടി കയറ്,
മര്യാദയ്ക്ക് ഈ ഫോർച്യൂണറിലൊന്ന് കയറ്, അല്ലെങ്കിൽ എൻ്റെ തനി സ്വഭാവം പറയും. അയ്യോ സാറേ അങ്ങനെ വെച്ചാലേ ഞാൻ ഒന്ന് കയറാം. അല്ല സാറേ എനിക്ക് ഈ വണ്ടി വരാനൊന്നും വേണ്ട, ഞാൻ എൻ്റെ വണ്ടി വന്നോളാം, കുഴപ്പമില്ല. മര്യാദയ്ക്കൊന്ന് വണ്ടി കയറണമല്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ റോക്കറ്റ് ലോഞ്ചർ ഇട്ടതിൻ്റെ ഉള്ള വണ്ടി മൊത്തത്തിലങ്ങ് പൊട്ടിച്ചത്. അയ്യോ സാറേ അങ്ങനെ ചെയ്യലേ, ഞാൻ വന്ന് വണ്ടി കയറാം. എന്ത് തേങ്ങയാണല്ലോ ഗൈസ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനം ആയേക്കാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതെന്ന് വെച്ചാൽ ഗൈസ് ഒരു ഏതാണ് കിടുക്കാച്ചുള്ള ഒരു വീഡിയോ കണക്കാണ്. ഈ വീഡിയോ ഇവിടെ നിന്ന് വെച്ചാൽ എൻ്റെ ആണല്ലോ ഗൈസ്. ഇതിൻ്റെ ഒരു പാർട്ട് കൂടെ എന്തായാലും ഉണ്ട്, ആ പാർട്ട് ഉടനെ തന്നെ എന്തായാലും ഇടുന്നതാണ്. ഇതെന്തായാലും അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണക്കാണ് ഇതെന്ന് വെച്ചാൽ. ഇനി നമ്മളെന്തായാലും പ്രിസണിൽ നിന്ന് ചാടുന്ന കുറേ വീഡിയോ, അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വണ്ടി ഇപ്പം പോലീസുകാരുടെ വണ്ടി കൊണ്ട് ഇടിച്ചില്ല, അതുകൊണ്ട് എന്നെ അതേപോലെ തന്നെ ഷിൻജാനെ പ്രിസണിൽ കൊണ്ടുപോകണതും അതേപോലെ തന്നെ പ്രിസണിൽ നിന്ന് ജയിലിൽ ചാടുന്ന കാര്യം എല്ലാം വെച്ചുകൊണ്ടൊരു കിടുക്കാച്ച് വീഡിയോ ചെയ്യുന്നതാണ്. 2 വീഡിയോ ചിലപ്പോൾ വരുന്നതാണ്, ഒന്നല്ലെങ്കിൽ 2 വീഡിയോ വരുന്നതാണ്. അത് ഞാൻ ആലോചിച്ചിട്ടില്ല, എന്തായാലും അതെന്തായാലും വരുന്നതാണ്. ഒരു കിടുക്കാച്ച് വീഡിയോകളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും അതിനായിട്ട് നല്ല വെയിറ്റ് ചെയ്ത് എന്തായാലും ഇരിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ കാണും. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വീണ്ടും ഗൈസ് എന്തായാലും നാളെ എന്തായാലും കിടില വീഡിയോ വീണ്ടും എന്തായാലും വരുന്നതാണ്. അപ്പം പുതിയൊരു കിടില വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. അപ്പോൾ ഇതിനായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.